ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എല്ലാ ദിവസവും കാണാറുള്ളതാണ്. ഇത് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടത്. അത് കാണുമ്പോൾ നല്ലൊരു നമുക്ക് എനർജി ഫീലാണത്. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. ചായ വെക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം ഞാൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ വേറൊരാവശ്യത്തിന് വേണ്ടിയിട്ട് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ്. അതെങ്ങനെ നമുക്കുണ്ടാക്കാം നോക്കാം, വരൂ. അപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലത്തെ ബാക്കി കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കണേണ്. അപ്പോൾ നമുക്ക് കട്ടൻ ചായ ആയിട്ടുണ്ട്. നമുക്ക് കട്ടൻ ചായ കുടിക്കാം. കട്ടൻ ചായ എനിക്ക് രാവിലെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പൊതുവേ പാൽ ചായ അങ്ങനെ പാൽ കൂട്ടി കുടിക്കുന്ന ഒരാളാണ്. എന്നാലേ കുറച്ച് എനർജി അന്നത്തെ ദിവസം ഉണ്ടാവുള്ളൂ. അടുത്തായിട്ട് നമുക്ക് കുമ്പളങ്ങക്കറി വെക്കാം. അപ്പോൾ കുമ്പളങ്ങ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് വേവിക്കാം. പിന്നെ അരി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അരിയും കൂടി ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നലെ ബാക്കി വന്ന കുറച്ച് ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാനുണ്ട്. അടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കാൻ ഞാനിങ്ങനെ പൊടി വാട്ടിയിട്ടാണ്, അതായത് വെള്ളം തിളച്ചിട്ട് അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് അപ്പപ്പൊടിയാണ് കേട്ടോ. സാധാ നോർമൽ പുട്ടുപൊടി എടുക്കരുത്, അപ്പപ്പൊടി എടുക്കണം ഇതിലോട്ട്. അപ്പം നമുക്ക് ഈ പുട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇതിങ്ങനെ ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ പൊടി. അധികം വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ പൊടി വാട്ടി കൊടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടൂല അതേപോലെ നല്ലപോലെ വാട്ടി കൊടുക്കണം. അത്രയും വെള്ളം എടുക്കരുത്, പത്തിരിക്ക് എടുക്കണം അത്രയും വെള്ളം എടുക്കരുത്. നമ്മൾ സാധാരണ പുട്ടുപൊടിക്ക് പുട്ടൊക്കെ ഇങ്ങനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കൂലേ, അതേപോലെ. അത് കഴിഞ്ഞ് കുറച്ച് ഉണക്കച്ചെമ്മീൻ വറുക്കാം. ഇതവിടെ ഇരുന്ന് വറുത്ത് വറ്റിയപ്പോഴത്തേന് നമുക്ക് പുട്ടും നോക്കാം. പുട്ടായിട്ടുണ്ട്. ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയേക്കണത്. നല്ല സോഫ്റ്റ് ആ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് പച്ചവെള്ളവും കൂടിയും കൂട്ടിയിട്ട് വേണം അത് കുഴച്ചിങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പുട്ടുമായിട്ടുണ്ട്. പുട്ടിന് കറി പഴമാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിച്ചിട്ടില്ല. പുട്ടും പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഉള്ളിമുളക് ഇടാം. അതിന് വേണ്ടി ഉള്ളി ഒലിക്കാം. ജോലി എടുക്കാൻ നേരത്ത് കുറച്ച് സീരിയസ് ആവും കേട്ടോ. അതാണ് മുഖമൊക്കെ അങ്ങനെ ഇരിക്കണത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഷോപ്പിലോട്ട് പോകാനായിട്ട്. അപ്പം നമുക്ക് ഉള്ളി ചതച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പാനിലിട്ട് വാട്ടി കൊടുക്കാം. അതൊന്ന് ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ചതച്ച മുളകുണ്ടല്ലോ, ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മുളക് പൊടി, ആ കളറൊന്ന് വരാൻ വേണ്ടിയിട്ടാണത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം നമുക്ക് അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല മൊരിഞ്ഞ് വരണം കേട്ടോ. നല്ല മൊരിഞ്ഞ് വരുമ്പോഴാണ് അത് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഒരു ക്രിസ്മസ് ഉണ്ടാവും.
ഒരു ക്രിസ്പി ആ ഒരു ഇതുണ്ടാവും. ഉണക്കച്ചെമ്മീനൊക്കെ നല്ല മുരിഞ്ഞിട്ട്. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ കറിയിലോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളി കഴിഞ്ഞിരിക്കണമായിരുന്നു. 2 ഉള്ളിയും സവാളയുടെ ഒരു ചെറിയൊരു കഷ്ണവും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ ജീരകമാണ്. ചെറിയ ജീരകവും കൂടിയും അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിൽ അത് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ച് വന്നിട്ടുണ്ട്. നമുക്കത് കുമ്പളങ്ങ വേവിച്ചതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പപ്പടം കച്ചാം. വെളിച്ചെണ്ണ ചൂടായോ എന്നറിയാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 പപ്പടം കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പടം അധികം നല്ല പപ്പടമല്ല, അതായത് അധികം കൊമളച്ച് വരുന്നില്ല. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കുമ്പളങ്ങയിലോട്ട് നമുക്ക് കടുക് വറുത്തിടാം. അങ്ങനെ കുമ്പളങ്ങയൊക്കെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ക്ലീനിങ് സെക്ഷനിലോട്ട് കിടക്കാം. ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് എല്ലാം സെറ്റാക്കി പിന്നെ അടിച്ചു വാരി എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ തുടയ്ക്കും. അത് ഇതിൽ കാണിച്ചിട്ടില്ല. തുടക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് പിന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് ഉണങ്ങി കിട്ടണില്ല. 2-3 ദിവസമായി ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ തുണികളൊക്കെ വിരിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് റെഡിയായിട്ട് വരാം. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഷോപ്പിലോട്ട് പോകാം. ഓക്കെ ഗായ്സ്, പോയിട്ട് വരാം. നല്ല മഴ ഗായ്സ്, പുറത്ത് നല്ല മഴ. ഇതാണ് എൻ്റെ വണ്ടി. ഇത് വേറെ ആളുടെ വണ്ടി, എൻ്റെ വണ്ടി. അപ്പോൾ ഞാൻ ഷോപ്പിലെത്തി ഗൈസ്. ഇതാണ് എൻ്റെ ഷോപ്പ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ ചുരിദാർ, ടോപ്പുകൾ, കോട്ട് സെറ്റ് എല്ലാം അവൈലബിളാണ്. ഷോർട്ട് കുർത്തി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വേണ്ട, ഇങ്ങനെ വരും. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നാണ് കഴിക്കണേ. ഇതൊക്കെ ഇത് നോക്കിയേ, ചോറ്, ഞാനിന്ന് ഉണ്ടാക്കിയ മോരുകറി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തി കാണണ്ട.
പിന്നെ പപ്പടം. ഇത്രയേ ഉള്ളൂ. കഴിക്കട്ടെ കേട്ടോ. വേണമെങ്കിൽ ഒരു പപ്പടവും എടുക്കാം. കുറച്ച് പപ്പടം കൊണ്ട് ഞാൻ പാത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടിട്ടായി പാത്രത്തിൽ കൊണ്ടുവന്ന്. ഓക്കെ, അപ്പോൾ കുറച്ച് മേക്കപ്പ് ആയാലോ. ഞാൻ ഉപയോഗിക്കുന്നത് ഇത്ര ഐറ്റംസ്: വൈറ്റ് ഓൺ, ഫോറെവറിൻ്റെ ലിപ്സ്റ്റിക് മാറ്റാണ്, പിന്നെ കാജൽ സ്റ്റിക്ക്. ഇത്രേ ഉള്ളൂ. ആദ്യം കണ്ണൊന്ന്, പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ അത് മാറ്റി. പിന്നെ വൈറ്റ് ഓൺ കുറച്ചെടുക്കുള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. അതൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഇത്രേ ഉള്ളൂ. ഇനി ഐലൈനറും കൂടി അതിൻ്റെ മുകളിലൊന്ന് എഴുതി കൊടുക്കും. ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി. ഇപ്പം മഴയൊക്കെ കൊണ്ട് വന്നായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കും, അത്രേ ഉള്ളൂ. വേണ്ട, മുടി പിന്നെ ഞാനിപ്പോൾ ഓൾറെഡി ഇതൊന്ന് ഇപ്പോൾ ചീകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ഷോപ്പിലോട്ട് പോകണേണ്ട, അത് കാണിച്ചു തരാം. ഇതൊക്കെ ഇവിടെ കളറാണ് കേട്ടോ, ജെയിംസ് വെയറാണ് ഇതൊക്കെ. ഇതാണ് എൻ്റെ ഷോപ്പ്. ഇതാണ് എൻ്റെ മുതലാളി. ഒരു ഹായ് കൊടുത്ത്. മുതലാളി ഹായ് പറയാ. ഇതാണ് എൻ്റെ മുതലാളി. അപ്പം ഞാൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 4:30-5 മണിയാകാറായി. അപ്പം ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഗായ്സ്, ഞാനിപ്പോൾ വന്നുള്ളൂ, ഷോപ്പിൽ നിന്ന് ഇപ്പം അങ്ങോട്ട് വന്നുള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച്, പാല് വാങ്ങിച്ചു, പിന്നെ വീട്ടിലത്തേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് എൻ്റെ അടുത്ത് കമൻറ്റിൽ പറയണം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും നാളെ കാണാം.